നമസ്കാരം സുഹൃത്തുക്കളെ. ഫേസ്ബുക്കിൽ ഇപ്പോൾ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രൊഫൈൽ ഹാസം ഇഷ്യൂ എന്ന് പറയുന്ന പ്രോബ്ലം. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ചെയ്യേണ്ട സെറ്റിങ്സുകളുണ്ട്. അത് നമ്മൾ ചെയ്ത് ഫേസ്ബുക്കിലേക്ക് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. ആ റിക്വസ്റ്റ് അയച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ അത് നമുക്ക് റിമൂവ് ചെയ്ത് തരും. നമ്മൾ എത്രത്തോളം ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഇത് ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു, അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് പക്ഷേ ഇത് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളിലേക്ക് മാറുന്നത്. വലിയ വയലേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൊണ്ടോ അത് മാറി കിട്ടും, റിമൂവ് ചെയ്ത് കിട്ടും. നമ്മൾ വലിയ വയലേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം വരെയൊക്കെ സമയമെടുക്കും. എന്തായാലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പ്രൊഫൈൽ കസ്റ്റം ഇഷ്യൂ എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുള്ള സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ആണ് നമ്മൾ ഈ വീഡിയോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഫേസ്ബുക്കിൻ്റെ റൂൾസും ഗൈഡ് ലൈൻസും ലംഘിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അത് തന്നെ പ്രധാനമായിട്ടും നമ്മൾ കോപ്പിറൈറ്റുള്ള കണ്ടന്റുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് വരാറുള്ളത്. കോപ്പിറൈറ്റുള്ള പാട്ടുകൾ, വീഡിയോയുടെ ഭാഗങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ കണ്ടന്റുകൾ, അവരുടെ പോസ്റ്റുകൾ ഒക്കെ നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോപ്പിറൈറ്റ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ശരിയായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്വന്തം കണ്ടന്റുകൾ ഇടുക. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ, നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ്, നമ്മുടെ റീൽസ്, നമ്മൾ തന്നെ ഡയറക്റ്റ് പിടിക്കുന്ന പോസ്റ്റുകൾ നമ്മൾ ഇടുക. മറ്റുള്ളവരുടെ കണ്ടന്റുകൾ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം തുറന്നും വരും. അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് അലോ ചെയ്തിട്ടുള്ള കണ്ടന്റുകളുണ്ട്, അത് ചെയ്യുക. അതിന് ഫേസ്ബുക്കിൻ്റെ റൂൾസ്, ഗൈഡ് ലൈൻസ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പോസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഈ പ്രശ്നം വരുത്തുമില്ല. നമുക്ക് മോണിറ്റൈസേഷൻ മറ്റ് പ്രോബ്ലം ഇല്ലാതെ നമുക്ക് വരുമാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഇത് റിമൂവ് ചെയ്യാനുള്ള പ്രൊഫൈൽ ഹാസം ഇഷ്യൂ എന്ന് പറയുന്ന പ്രോബ്ലം മാറ്റിയെടുക്കാനുള്ള സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ സുഹൃത്തുക്കളെ, അതിനായി നമ്മൾ ആദ്യം തന്നെ 3 കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഫോണിലെ നോട്ട്സിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കേണ്ട റിക്വസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക. ഡിയർ ഫേസ്ബുക്ക് ടീം, ഐ അപ്പോളജൈസ് ടു ഫേസ്ബുക്ക് ഫോർ സം മിസ്റ്റേക്സ് ഐ മെയ്ഡ് ഇൻ ഫോളോയിങ് ഫേസ്ബുക്ക്സ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ഐ അഷ്യൂർ ദാറ്റ് in the future I will always follow Facebook's rules and guidelines perfectly. Please help me by removing the issues from my profile. Thank you so much. ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോട്ട്സിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടതുവശത്താണ് നമ്മുടെ ഫോട്ടോ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജ് വരും. ഈ പേജിൻ്റെ അഡ്വർടൈസിൻ്റെ വലതുവശമായിട്ട് കറുത്ത 3 ഡോട്ട് കാണാം, ചെറിയ 3 കുത്തുകൾ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് വരും. ഏറ്റവും താഴെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൻ്റെ താഴെ കോപ്പി ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കോപ്പിയായി. അതിനുശേഷം നമ്മൾ വന്നിട്ട് നോട്ട്സ് ഓപ്പൺ ചെയ്ത് നോട്ട്സിൽ നമ്മൾ ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടല്ലോ, പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂ, ഈ പേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഫേസ്ബുക്കിൽ നമ്മുടെ ഈ സ്റ്റാറ്റസ് കാണിക്കുന്ന പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് നമ്മളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫേസ്ബുക്കിൻ്റെ ഏറ്റവും മുകളിൽ വലത്തെ അറ്റത്ത് നമ്മുടെ ഫോട്ടോയുടെ ഐക്കൺ, മെനുവിൻ്റെ ഐക്കൺ കാണാം, നമ്മുടെ ഫോട്ടോ കാണാം. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഹെൽപ്പ് ആർ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് കാണാൻ പറ്റും, ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാം. കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം, ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. സമയം എടുത്ത് ഇത് ഓപ്പൺ ആകുമ്പോൾ കുറച്ച് ഓപ്ഷൻ നോക്കി ഇങ്ങോട്ട് വരും. ഇതൊന്ന് വായിച്ച് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. കുറേ ലിസ്റ്റ് വരുന്നത് കാണാം. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണ് പ്രോബ്ലം അതാണ് നമ്മൾ പേജസിലാണെങ്കിൽ പേജസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ പ്രൊഫൈലാണെങ്കിൽ പ്രൊഫൈലിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലൊരു പേജ് നമുക്ക് വരും. ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് ദി ഇഷ്യൂ
എന്ന് കാണാം, ഡിസ്ക്രൈബ് ദി ഇഷ്യൂ. അപ്പോൾ നമ്മുടെ ഇഷ്യൂ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോട്ട്സിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നോട്ട്സിലേക്ക് പോകാം. നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ മെസ്സേജ് നമുക്കൊന്ന് ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് കോപ്പി ചെയ്യാം. നേരെ വരുന്നു, ഡിസ്ക്രിപ്ഷനിൽ അത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീണ്ടും നോട്ട്സിലേക്ക് തിരികെ വന്നിട്ട് നമ്മളിവിടെ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മളൊന്ന് കോപ്പി ചെയ്യുന്നു, സെലക്ട് ചെയ്തിട്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത ഡിസ്ക്രിപ്ഷൻ്റെ താഴെ പ്രൊഫൈൽ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മൾ ആ ലിങ്കും പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ പ്രൊഫൈലിൻ്റെ ഇഷ്യൂ പേജ് ഉണ്ടല്ലോ, ഇഷ്യൂ കാണിക്കുന്ന പേജ്, ആ പേജ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇവിടെ താഴെ അപ്ലോഡ് ഫ്രം ഫോൺ എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഗാലറിയിലേക്ക് വരും. അവിടെ നമ്മൾ ആ പ്രൊഫൈൽ ഇഷ്യൂ ഉള്ള പേജ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്ത് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി. നമുക്ക് പിന്നെ ഫേസ്ബുക്ക് ടീമിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് മുകളിൽ വലതുവശത്ത് നമുക്ക് കറുത്ത ഒരു ആരോ കാണാം, സെൻഡ് ബട്ടൺ കാണാം, സെൻഡ് ബട്ടൺ. ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇഷ്യൂ ഇല്ല. ഞാനിപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇഷ്യൂ ഉള്ളൊരു പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നതാണ്. എനിക്ക് പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പം ഇഷ്യൂ ഉള്ളവർ ആ കറുത്ത സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം ഫേസ്ബുക്ക് സമയമെടുക്കും. എത്രത്തോളം നമ്മൾ ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തു എന്നനുസരിച്ചിട്ടായിരിക്കും നമുക്കത് ഒരു ഇഷ്യൂസ് മാറ്റിത്തരുന്നത്. വലിയ വയലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിത്തരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1, 2, 3 മാസങ്ങൾ എടുക്കും. എന്തായാലും ഇതിന് ശേഷം നമുക്ക് ആ ഇഷ്യൂസ് മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തെറ്റാതെ ചെയ്യുക. ഓക്കെ.